നമ്മുടെ ഏറ്റവും കൂടുതൽ കൂട്ടുകാർ റിക്വസ്റ്റ് ചെയ്തിരുന്ന അൺക്ലൗഡഡ് സോൾ എന്ന ഡ്രാമയാണ് നമ്മൾ പുതിയതായിട്ട് കാണാൻ പോകുന്നത്. പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ഈ ഡ്രാമ തുടങ്ങുന്നത്. യൂലി എന്ന പേരുള്ള ഒരു ഡിവൈൻ അരുവിയുള്ള സെലസ്റ്റിയൽ മൗണ്ടൻ എവിടെയോ ഉണ്ട്. ആ അരുവിയിലെ വെള്ളം മനുഷ്യർ കുടിക്കുകയാണെങ്കിൽ അവർക്ക് അമരത്വം ലഭിക്കും. അതേപോലെ ഡീമൻസ് ആണ് കുടിക്കുന്നതെങ്കിൽ അവർക്ക് 1000 വർഷത്തെ കൾട്ടിവേഷൻ ലഭിക്കും. പക്ഷേ ഈ മൗണ്ടൻ ആകാശത്തിലും കടലിലുമൊക്കെയായി ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കുൻലൻ മിറർ എന്നൊരു മാജിക് മിററിൻ്റെ സഹായത്തോടെ മാത്രമേ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യരും ഡീമൻസും എല്ലാം ഈ അരുവി കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൽ ഏറ്റവും കൂടുതലായി ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തിയാൻഷൻ എന്ന രാജ്യത്തെ ചക്രവർത്തിമാരാണ്. അതിനുവേണ്ടി എത്രത്തോളം തുക ചെലവഴിക്കുന്നതിനും അവർക്കൊരു മടിയുമില്ല. അവിടുത്തെ ഇപ്പോഴത്തെ ചക്രവർത്തിയും അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. അയാൾ അവസാനം യൂലി സ്പ്രിംഗ് കണ്ടെത്തുന്നുണ്ട്. ആ സമയത്ത് അയാളുടെ മുന്നിൽ ഒരു ദേവത പ്രത്യക്ഷപ്പെടുന്നു. ഡ്രീം ദേവതയാണത്. തനിക്ക് ഗൈഡൻസ് നൽകിയത് ഈ ദേവതയാണ് എന്ന് കരുതി അയാൾ അതിന് നന്ദി പറഞ്ഞപ്പോൾ, ഇത് നീ ഉദ്ദേശിക്കുന്നത് പോലെ യൂലി സ്പ്രിംഗ് അല്ല, ഒരു ഇല്യൂഷൻ മാത്രമാണ്. കുൻലൻ മിറർ ഇല്ലാതെ യൂലി സ്പ്രിങ്ങിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ല. പിന്നെ അയാൾ ചക്രവർത്തി ആയതുകൊണ്ട് ഹോങ്ങെ എന്ന ഡീമനെ മാത്രം പേടിച്ചാൽ മതി, മറ്റാരും അയാളുടെ ആ ലക്ഷ്യത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയില്ല എന്ന് ദേവത പറയുന്നു. ഈ ഹോങ്ങെ എന്ന ഡീമനെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചക്രവർത്തിയുടെ തന്നെ പൂർവികർ കൊന്നതാണ്. പിന്നെന്തിനാണ് അവനെ പേടിക്കുന്നതെന്ന് അയാൾ ചോദിക്കുന്നു. അവൻ്റെ ആ മരണം വെറും താൽക്കാലികം മാത്രമാണ്. എപ്പോൾ വേണമെങ്കിലും അവൻ തിരിച്ചു വരാം. അവനാണ് യൂലി സ്പ്രിങ്ങിലെ വെള്ളം ആദ്യം കുടിക്കുന്നതെങ്കിൽ പിന്നെ ആർക്കും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ദേവത പ്രത്യക്ഷമാവുന്നു. അവർ നിന്ന സ്ഥലത്ത് ഹോങ്ങയുടെ രൂപം തെളിയുന്നുണ്ട്. ഈ രൂപം ഓർമ്മയിൽ വെച്ചോളാനും ദേവത അയാളോട് പറയുന്നുണ്ടായിരുന്നു. ഈ ഹോങ്ങയാണ് നമ്മുടെ ഹീറോ. അവൻ അയാളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കിയിട്ട്, നിനക്ക് അമരത്വം നേടണമെങ്കിൽ അതിനാദ്യം എന്നെ കൊല്ലണം എന്ന് പറഞ്ഞ് അയാളെ താഴേക്കിടുന്നു. ആ വീഴ്ചയിൽ അയാൾ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നുണ്ട്. അപ്പോഴാണ് ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം അയാൾ സ്വപ്നം കണ്ടതായിരുന്നുവെന്ന് മനസ്സിലാവുന്നത്. ഈ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഡീമൻസിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫെയ്യു ഗാർഡ്സ് എന്ന ഒരു സൈനിക വിഭാഗം തന്നെ ഉണ്ട്. ഡീമൻസിൽ നിന്ന് രാജാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അവരുടെ ഉത്തരവാദിത്വം. ഇപ്പോൾ രാജാവ് ഇങ്ങനെ ഈ ദുസ്വപ്നം കണ്ടത് അവർ അവരുടെ ഡ്യൂട്ടി മര്യാദയ്ക്ക് ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് രാജാവ് ആരോപിക്കുന്നു. എന്നിട്ട് ആ ഗാർഡ്സിൻ്റെ തലവനെ അവിടെ വിളിച്ചു വരുത്തി എല്ലാവരെയും മുന്നിൽ വെച്ച് അയാളെ കൊല്ലുന്നുണ്ട്. എന്നിട്ട് കൂട്ടത്തിലെ ബിങ്ഷു എന്നയാളെ പുതിയ തലവനായി നിയമിക്കുന്നു. അയാൾക്ക് അതിനുള്ള അധികാരം നൽകുന്ന കമാൻഡ് ടോക്കണും നൽകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഡീമൻസിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ രാത്രി 9 മണിയായി കഴിഞ്ഞാൽ വീടുകളുടെ വാതിലും ജനലും ഒക്കെ അടയ്ക്കണം എന്നാണ് റൂൾ. സമയം അത്ര ആയി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ തെരുവിലൂടെയൊക്കെ ഇങ്ങനെ വിളംബരം ചെയ്തുകൊണ്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ ആളുകളെല്ലാം അകത്ത് കയറി വാതിലൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് അവിടെ ഒരു ബിയർ ഡീമൻ്റെ അറ്റാക്ക് ഉണ്ടാവുന്നു. ഒരു അമ്മയും കുട്ടിയും തനിച്ചിരിക്കുന്നിടത്തേക്കാണ് ഈ ബിയർ ഡീമൻ അവരുടെ ജനാലയ്ക്ക് അടുത്ത് ചെന്ന് അവരെ അറ്റാക്ക് ചെയ്യാനായി ശ്രമിച്ചത്. അവരുടെ ബഹളം കേട്ട് ബിയർ ഡീമനെ പിടിക്കാനായിട്ട് നമ്മുടെ ഹീറോയിൻ എത്തുന്നു. അവൾ ഒരു ഡീമൻ ഹണ്ടറാണ്. ഷാവോയാവോ എന്നാണ് അവളുടെ പേര്. അവളുടെ ആക്രമണത്തിൽ പേടിച്ചോടിയ ആ ഡീമനെ നേരത്തെ ആ വിളംബരം ചെയ്തുകൊണ്ട് നടന്ന ആളും കാണുന്നുണ്ട്. അയാൾ ബഹളം വെച്ച് വേറെ കുറേ ആളുകളെ കൂട്ടുന്നു. അങ്ങനെ അവരെല്ലാം കൂടി യാവോയ്ക്കൊപ്പം ഡീമനെ തിരഞ്ഞ് അവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരിടത്ത് ബിങ്ഷുവും അയാളുടെ അസിസ്റ്റൻറ്റും ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഈ ബഹളമൊക്കെ ബിങ്ഷു കേൾക്കുന്നുണ്ടെങ്കിലും അവൻ അത്ര കാര്യമാക്കുന്നില്ല. കാരണം അവൻ്റെ കയ്യിലൊരു വാളുണ്ട്. ആ വാളിന് ഡീമൻസിൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയും. അതങ്ങനെ ഡീമൻസ് അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ സിഗ്നൽ നൽകുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ അവൻ ഇതുവരെ സിഗ്നൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഡീമൻ അവിടെ ഇല്ല എന്ന് തന്നെയാണ് അവൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ അതിൽ ശ്രദ്ധിക്കാതെ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡീമൻ ഉണ്ട് എന്ന് ആളുകൾ ഇപ്പോൾ വിചാരിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അവരൊക്കെ ആകെ പേടിക്കുന്നു. എല്ലാവരും കൂടി ഷാവോയുടെ ചുറ്റും കൂടിയിരിക്കുകയാണ്. ഡീമൻ ഹണ്ടറായ അവൾ എങ്ങനെയെങ്കിലും ആ ഡീമനെ പിടിച്ച് തങ്ങളെ രക്ഷിക്കണമെന്ന് അവർ റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ 9 മണി കഴിഞ്ഞിരുന്നതിനാൽ അവിടുത്തെ നഗരവാതിൽ അടച്ചിരിക്കുകയാണ്. ഇനി അത് തുറക്കില്ല, ആരെയും ഭാഗത്തേക്ക് കടത്തി വിടില്ല എന്ന് അവിടെയുള്ളവർ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ ഈ ആളുകളെല്ലാം കൂടി പോകരുതെന്ന് റിക്വസ്റ്റ് ചെയ്ത് അവളുടെ ചുറ്റും കൂടുന്നുണ്ട്. അപ്പോഴേക്കും അവിടുത്തെ ഒരു പ്രധാന ന്യായാധിപനും അങ്ങോട്ടേക്ക് എത്തുന്നു. അയാൾ അവളെ മാറ്റി നിർത്തിയിട്ട് തൻ്റെ വീട്ടിലേക്ക് വരാമോ, അവിടെയുള്ള തൻ്റെ 2 പെൺമക്കൾക്ക് ഈ ഡീമൻ കാരണം ആകെ പേടിച്ചുറക്കമില്ലാതിരിക്കുകയാണ്, അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവിടെ വന്ന് താമസിക്കാമോ, അവൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ അയാൾക്കൊപ്പം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളുടെ പ്രൊട്ടക്ഷന് ആരുമില്ലല്ലോ. അതുകൊണ്ട് അവൾ തന്നെ അതിനെ എതിർക്കുന്നുണ്ട്. ആളുകളും വിവരം അറിഞ്ഞപ്പോൾ അവളെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. അവസാനം ഷാവോ തന്നെ ഇതിനെല്ലാം ഒരു സൊല്യൂഷനും കണ്ടെത്തുന്നു. അവളുടെ മാസ്റ്റർ നൽകിയതാണ് എന്ന് പറഞ്ഞ് ഡീമൻസിൻ്റെ ആക്രമണത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് താലിസ്മാൻ അവൾ അവരെ കാണിക്കുന്നു. അത് അവർക്കൊക്കെ ഷെയർ ചെയ്യാൻ തയ്യാറാണെന്ന് അവൾ പറയുന്നുണ്ട്.
അതോടെ അതിനുവേണ്ടിയുള്ള ഒരു ലേലം വിളി തന്നെ അവിടെ നടക്കുന്നു. പലരും പല വിലയും പറയുന്നു. ഓരോരുത്തരായിട്ട് കൂട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരാൾ വലിയൊരു തുക പറയുന്നുണ്ട്. ഷാവോ തനിക്ക് കൂടുതൽ ലാഭം ഉണ്ടാവുന്ന വിധത്തിൽ അതെല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്ന രീതിയിൽ ഡീൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവളെല്ലാം സെറ്റാക്കിയ സമയത്താണ് ഇത്രയും നേരം അനങ്ങാതിരുന്ന ബിങ്ഷു ഇടപെട്ടത്. അവൻ തൻ്റെ ടോക്കൺ കാണിച്ച് ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതോടെ ഷാവോ ഒന്ന് പേടിക്കുന്നുണ്ട്. അവളുടെ സെക്ട് ഏതാണ്, മാസ്റ്റർ ആരാണ് എന്നൊക്കെ ബിങ്ഷു ചോദിച്ചപ്പോൾ അവൾ അതിന് തക്കവണ്ണം എന്തൊക്കെയോ മറുപടികളും നൽകുന്നുണ്ട്. അവൾ ഈ പറയുന്നത് പോലെ ശരിക്കും അവിടെ ഒരു ബിയർ ഡീമൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. താൻ കുറേ വർഷങ്ങളായിട്ട് ഡീമൻസിനെ പിടികൂടുകയാണ്, പക്ഷെ തനിക്കിതുവരെ അങ്ങനെ ഒരു ഡീമന്റെ സാന്നിധ്യം അറിയാൻ സാധിച്ചില്ല എന്നൊക്കെ ബിങ്ഷു പറയുന്നു. മാത്രമല്ല അവളുടെ ഡ്രസ്സിൽ പറ്റിയിരിപ്പുണ്ടായിരുന്ന രോമങ്ങൾ എടുത്ത് കാണിച്ചിട്ട് അതെങ്ങനെ അവളുടെ ശരീരത്തിൽ വന്നുവെന്നും അവൻ ചോദിക്കുന്നുണ്ട്. അവൾക്ക് ഇതിനൊന്നും ഉത്തരം പറയാൻ പറ്റുന്നില്ല. അവിടെ പതിഞ്ഞ ബിയർ ഡീമന്റെ കാൽപ്പാടുകൾ ചെന്ന് പരിശോധിച്ചിട്ട് അവിടെ വന്നിട്ടുള്ളത് ശരിക്കും ഒരു ബിയർ ഡീമൻ ആണെങ്കിൽ ആ കാൽപാദങ്ങൾ വളരെ ആഴത്തിൽ പതിയേണ്ടതായിരുന്നു. പക്ഷേ ഇത് വെറും 50-60 കിലോ മാത്രം ഭാരമുള്ള ആരുടെയോ കാൽപ്പാടുകളാണ് പതിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു മനുഷ്യനായിരിക്കാനാണ് സാധ്യത എന്ന് ബിങ്ഷു പറയുന്നു. ഇതോടെ ഷാവോയ്ക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ അവൾ പതുക്കെ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് നമുക്ക് 50-50 ആയിട്ട് വീതിച്ചെടുത്താലോ എന്ന് ചോദിക്കുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അത് പറ്റില്ല, മുഴുവനും തരണമെന്ന് പറയുന്നുണ്ട്. അവൾ പിന്നെയും 60% അവനും 40% തനിക്കും എന്നുള്ള രീതിയിൽ ഡീൽ ഉറപ്പിക്കാനായി നോക്കുന്നുണ്ട്. പക്ഷെ അവനെ എഴുന്നേറ്റിട്ട് അവൻ്റെ കാവൽക്കാർ ഓൾറെഡി പിടിച്ചുകൊണ്ട് വന്ന് അവിടെ അടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്ന ആ ബിയർ ഡീമനെ എല്ലാവരുടെയും മുന്നിലേക്ക് വിളിപ്പിക്കുന്നു. അയാൾ ധരിച്ചിരുന്ന മുഖംമൂടി എടുത്ത് മാറ്റിയപ്പോൾ അതൊരു മനുഷ്യനാണ് എന്ന് കാണുന്നുണ്ട്. അത് ശരിക്കും ഷാവോയുടെ അച്ഛനായിരുന്നു. അയാൾ അവളെ മോളെ എന്ന് വിളിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അതോടെ രണ്ടുപേരും കൂടിയുള്ള നാടകമാണിതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. അതോടെ രണ്ടുപേരെയും ശിക്ഷിക്കണമെന്ന് പറഞ്ഞ് ആളുകൾ ബഹളമുണ്ടാക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ബിങ്ഷുവിൻ്റെ സൈനികർ അവരെ പിടിച്ചുകൊണ്ടുവന്ന് ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അയാൾ നേരത്തെ തന്നെ അവളെ ക്ഷണിക്കാനായി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. തന്നെ കൂടി ഈ രീതിയിൽ കബളിപ്പിച്ചതിനും തൻ്റെ മക്കളെ ഇങ്ങനെ കള്ളത്തരം കാണിച്ച് പേടിപ്പിച്ചതിനുമൊക്കെ അയാൾക്ക് വ്യക്തിപരമായി അവളോട് കൂടുതൽ ദേഷ്യമുണ്ട്. പക്ഷേ അയാൾ പണിഷ്മെൻറ്റ് പറയുന്നതിന് മുമ്പ് തന്നെ അവൾ ബോധക്കേട് അഭിനയിച്ച് താഴെ വീഴുന്നു. കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവന്ന് അവളുടെ ദേഹത്തേക്ക് ഒഴിക്കാൻ ആരോ പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൾ ഞെട്ടി ഉണരുന്നുണ്ട്. എന്നിട്ട് താൻ എവിടെയാണ് നിൽക്കുന്നതെന്നൊന്നും അറിയാത്തതുപോലെ കുറേ അഭിനയമൊക്കെ നടത്തുന്നു. പക്ഷെ നിന്റെ ഈ നാടകം കളിയൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ബിങ്ഷു ദേഷ്യപ്പെടുന്നുണ്ട്. അതോടെ ഷാവോയ്ക്ക് സത്യം പറയേണ്ടി വരുന്നു. അവൾ സ്വന്തം പേരൊക്കെ പറയുന്നു. മറ്റേത് അവളുടെ അച്ഛനാണ്. കൂടെ അവളുടെ സിറ്റിയിലെ കുറേ ആൾക്കാരുമുണ്ട്. അവർ ശരിക്കും ഡീമൻ ഹണ്ടേഴ്സ് ഒന്നും അല്ല, സാധാരണ വേട്ടക്കാരാണ്. കുറച്ചുനാൾ മുമ്പ് അവരുടെ മജിസ്ട്രേറ്റ് എങ്ങനെയെങ്കിലും ഡീമനെ പിടിക്കണമെന്ന് പറഞ്ഞ് അവർക്ക് ഓർഡർ നൽകിയിരുന്നു. വേറെ വഴിയൊന്നും ഇല്ലാഞ്ഞിട്ട് അവർ അവരുടെ സിറ്റി വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വന്നതായിരുന്നു. എന്നിട്ട് കാട്ടിൽ നിന്ന് ഒരു കരടിയെ പിടിച്ച് കൊന്നിട്ട് അതിൻ്റെ തോലൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു നാടകം കാണിച്ച് ആളുകളെ പറ്റിച്ച് ജീവിച്ച് പോരുകയായിരുന്നു. ഇത് കേട്ടതോടെ അവിടെ ഇരിപ്പുണ്ടായിരുന്ന മജിസ്ട്രേറ്റിന് ആകെ ദേഷ്യം കയറുന്നു. ഇങ്ങനെ ഇവരുടെ കള്ളത്തരം കാരണമാണല്ലോ തൻ്റെ 2 പെൺമക്കൾ കുറേ കാലമായി പേടിച്ച് കഴിയുന്നത്. അയാളുടെ പെൺമക്കൾ സൈഡിൽ വന്ന് നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവരെ സഹതാപത്തോടെ നോക്കിയിട്ട് അവരുടെ മാനസിക ബുദ്ധിമുട്ടിനും അതേപോലെ ജനങ്ങൾക്കുണ്ടായ ഈ ഭീതിക്കുമൊക്കെ ഉത്തരമായിട്ട് അവളെ ഇപ്പോൾ തന്നെ കൊല്ലാൻ അയാൾ ഓർഡർ ഇടുന്നു. ബാക്കിയുണ്ടായിരുന്നവർക്ക് 50 അടി വീതം നൽകാനും പറയുന്നുണ്ട്. ഇത്ര വലിയ ശിക്ഷ വിധിക്കുമെന്ന് ഷാവോ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. തൻ്റെ മകളെ ഒന്നും ചെയ്യരുത്, അവൾ ജീവിക്കാൻ വേണ്ടി ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും മജിസ്ട്രേറ്റ് അത് കാര്യമാക്കുന്നില്ല. അങ്ങനെ ഷാവോയെ 2 സൈനികർ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. പക്ഷെ അവൾ അവരെ തട്ടി മാറ്റിയിട്ട് ഇത്ര വലിയ ശിക്ഷ തരാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? നിങ്ങൾക്ക് എന്നെ കൊല്ലുന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഡീമൻസിനെ പിടിക്കുന്നതിന് പകരം എന്നെ കൊന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ച് ബിങ്ഷുവിനോടും മറ്റേ മജിസ്ട്രേറ്റിനോടും ഒക്കെ ദേഷ്യപ്പെടുന്നു. അവൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ബിങ്ഷുവിന് തോന്നുന്നുണ്ട്. നീ പറയുന്നത് ശരിയാണ്, ഒരു സാധാരണ മനുഷ്യനായ നിന്നെ കൊല്ലുന്നത് തെറ്റാണ്. പക്ഷേ നീ ഒരു ഡീമൻ ആണെങ്കിലോ എന്ന് ചോദിച്ച് അവൻ അടുത്ത് നിൽപ്പുണ്ടായിരുന്ന ആളുടെ കയ്യിൽ നിന്ന് ഡീമൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന ഒരു കോമ്പസ് എടുത്ത് കയ്യിൽ പിടിക്കുന്നു. അതിനുള്ളിലുള്ള ഒരു മുത്താണ് ഡീമൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ അവരെ സഹായിക്കുന്നത്. ആ മുത്ത് ഇപ്പോൾ ഷാവോയുടെ നേർക്കാണ് വന്ന് നിൽക്കുന്നത്. അവൾ ഡീമനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അവളുടെ ശരിക്കുള്ള ഐഡന്റിറ്റി എന്താണ് എന്ന് ബിങ്ഷു അവളോട് ചോദിക്കുന്നു. നീ പറയുന്നത് ശരിയാണ്, ഞാനൊരു 9-tailed ഫോക്സ് ആണ്. എന്നെ കൊന്നിട്ട് നിന്റെ ആ ക്രെഡിറ്റ് വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഷാവോ ഇപ്പോഴും ബിങ്ഷുവിനെ നേരെ എതിർത്ത് നിൽക്കുകയാണ്. എങ്കിൽ പിന്നെ നിന്റെ ആഗ്രഹം ഞാനങ്ങ് നടത്തിയേക്കാമെന്ന് പറഞ്ഞ് ബിങ്ഷു അവളെ കൊല്ലാൻ ഓർഡർ ഇടുകയും ചെയ്യുന്നു. ഈ സമയത്ത് അവളുടെ അച്ഛൻ ഇടപെടുന്നുണ്ട്. അവളുടെ ശരിക്കുള്ള ഐഡന്റിറ്റിയെ പറ്റി താൻ പറയാമെന്നും പറയുന്നു. എൻ്റെ മകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളത് ശരിയാണ്. അവളുടെ ബ്ലഡിന് സ്നേക്സിനെയും ഇൻസെക്ട്സിനെയും അതേപോലെ തന്നെ ഡീമൻസിനെയും ഒക്കെ അട്രാക്ട് ചെയ്യാനുള്ള ശക്തിയുണ്ട്. ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് പേർ വന്ന് അവളുടെ ദേഹത്ത് ഡോഗ് ബ്ലഡ് ഒഴിക്കുകയും അതേപോലെ ഞങ്ങളെ അവിടുന്ന് ആട്ടി ഓടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഇവിടെ എത്തിയത്. പക്ഷെ അവൾ ശരിക്കും ഡീമനല്ല, ഇവളെ എൻ്റെ ഭാര്യ പ്രസവിച്ചത് തന്നെയാണ്, അവൾ ശരിക്കും മനുഷ്യൻ തന്നെയാണ് എന്നൊക്കെ അച്ഛൻ പറയുന്നു. അവളുടെ ബ്ലഡിന് ഇങ്ങനെ ഡീമൻസിനെ അട്രാക്ട് ചെയ്യാൻ ശേഷിയുണ്ട് എന്ന് അറിഞ്ഞതോടെ ബിങ്ഷു ഒരു സൊല്യൂഷൻ പറയുന്നു. അവളുടെ ബ്ലഡ് ഉപയോഗിച്ച് അവൻ ഡീമൻസിനെ അവിടേക്ക് ആകർഷിച്ച് വരുത്താൻ പോവുകയാണ്. അവന് ആ രീതിയിൽ ഏതെങ്കിലും ഒരു ഗ്രേറ്റ് ഡീമനെ പിടിക്കാൻ സാധിച്ചാൽ അവരെ സ്വതന്ത്രരാക്കാമെന്ന് അവൻ കണ്ടീഷൻ വയ്ക്കുന്നു. അവൾ അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവളെയും കൊണ്ട് അവർ കുറച്ച് പേർ കാട്ടിലേക്ക് പോകുന്നു.
കാട്ടിൽ ഒരിടത്തെത്തിയപ്പോൾ അവരുടെ കൈവശമുള്ള ആ കോമ്പസ് ഉപയോഗിച്ച് അടുത്തെവിടെയോ ഡീമൻസിന്റെ സാന്നിധ്യമുണ്ട് എന്ന് അവർക്കറിയാൻ സാധിക്കുന്നു. അങ്ങനെ അവിടെ ഒരിടത്തായി അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഫോർമേഷൻ ഉണ്ടാക്കുന്നു. ആ സ്ഥലം 100 വർഷങ്ങളിൽ കൂടുതലായിട്ട് ഡീമണിക് എനർജി ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അവിടെ അന്നൊരു ഗ്രേറ്റ് ഡീമൻ എത്തുമെന്ന് ഇവർക്ക് നേരത്തെ തന്നെ അറിയാൻ സാധിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് അവരിങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ ഇവരുടെ മുന്നിൽ വന്ന് ചാടിയത്. ബിങ്ഷു ഒരു ദയവുമില്ലാതെ അവളുടെ കയ്യിൽ ഒരു മുറിവുണ്ടാക്കി അതിൽ നിന്ന് കുറച്ച് ബ്ലഡ് അവർ ഉണ്ടാക്കിയ ആ മാജിക് ഫോർമേഷനുള്ളിൽ വീഴിക്കുന്നു. നേരം വെളുക്കുന്നത് വരെ ഞാൻ നിങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണ്. രാവിലെ ആകുമ്പോൾ ഡീമനെ കിട്ടിയാലും ഇല്ലെങ്കിലും ഞങ്ങൾ സ്വതന്ത്രരാക്കി വിടണം എന്ന് ഷാവോ ഇതിനിടയിൽ പറയുന്നുണ്ട്. അവൻ അവളുടെ മുറിവിൽ കെട്ടാനായ ഒരു തുണി എടുത്തു കൊടുത്തിട്ട് രാവിലെ കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഷാവോ ആ തുണി അവിടേക്ക് തന്നെ വലിച്ചെറിഞ്ഞിട്ട് അവളുടെ കൈവശമുണ്ടായിരുന്ന ഒരു തുണിയെടുത്ത് കയ്യിലും മുറിവിൽ കെട്ടുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ തനിച്ച് അതുവഴി നടക്കുന്നുണ്ട്. അവൾ പോകുന്ന വഴിയൊക്കെ പെട്ടെന്ന് കാറ്റ് വീശുകയും മറ്റും ചെയ്യുന്നുണ്ട്. ബിങ്ഷുവും മറ്റുള്ളവരും അവിടെ പല ഭാഗങ്ങളിലായി ഒളിച്ചിരിക്കുകയാണ്. ബിങ്ഷു അവളെ വിശ്വസിച്ചെങ്കിലും അവൻ്റെ കൂടെയുള്ളവർക്ക് അവളെ അത്ര വിശ്വാസമില്ല. അവളെ വിശ്വസിക്കാൻ കൊള്ളാമോ? അവൾ പറയുന്നത് കള്ളമായിരിക്കുമോ? കോമ്പസ് അവളെ ഡീമനായി ഡിറ്റക്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അവൾ ശരിക്കും ഡീമൻ ആയിരിക്കില്ലേ എന്നൊക്കെ അവൻ്റെ കൂടെയുള്ള ആൾ ചോദിക്കുന്നു. പക്ഷെ തൻ്റെ വാൾ തനിക്ക് സിഗ്നൽ നൽകിയിട്ടില്ല. അതിൻ്റെ അർത്ഥം അവൾ ഡീമൻ അല്ല എന്നാണ്. അവൾ മനുഷ്യനുമല്ല ഡീമനുമല്ല, മറ്റെന്തോ പ്രത്യേകതയാണ് അവൾക്കുള്ളത് എന്നൊക്കെ ബിങ്ഷു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചാവോ ഈ സമയം താഴെ എവിടെയെങ്കിലും നിന്നാൽ വല്ല മൃഗങ്ങളും വന്ന് അറ്റാക്ക് ചെയ്താലോ എന്ന് പേടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നു. അവളിങ്ങനെ മുകളിലേക്ക് കയറുന്ന കൂട്ടത്തിൽ ആ മരത്തിൽ കുറേ വള്ളികൾ തിങ്ങിക്കൂടി നിന്നിരുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു. അവിടെ അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് ബ്ലഡ് പറ്റിയപ്പോൾ കുറച്ച് വള്ളികൾ മാറിപ്പോയിട്ട് ഒരു ഗുഹ പോലെ കുറച്ച് സ്ഥലം കാണാൻ പറ്റുന്നു. ഷാവോ അത് കണ്ട് അങ്ങോട്ടേക്ക് കയറി നോക്കുന്നുണ്ട്. അവിടെ അവൾക്ക് സേഫ് ആയിട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാൻ തുടങ്ങുന്ന കൂട്ടത്തിൽ വീണ്ടും ഒരു വള്ളിയിൽ അവളുടെ കുറച്ച് ബ്ലഡ് പറ്റുന്നു. ഈ സമയത്ത് കുറേ വള്ളികൾ പൊതിഞ്ഞ് എന്തോ ഒരു സാധനം തനിയെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഷാവോ പേടിച്ച് എഴുന്നേൽക്കുന്നു. പക്ഷെ അത് ആക്രമിക്കുന്നൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അവൾ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിൽ തൊട്ട് നോക്കുന്നുണ്ട്. ഈ സമയത്ത് വീണ്ടും അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് ബ്ലഡ് അതിൽ പറ്റുന്നു. അങ്ങനെ ആ വള്ളികളെല്ലാം കെട്ടഴിഞ്ഞ് മാറിയിട്ട് തിളക്കമുള്ള ഒരു സാധനം അവൾക്ക് കാണാൻ പറ്റുന്നു. ഇതേ സമയത്ത് തന്നെ അവിടെ ഒരു ഡീമൻ കണ്ണ് ഉറക്കുന്നതും കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഇപ്പോൾ വ്യക്തമല്ല. ഇങ്ങനൊരു ഡീമൻ അടുത്തുണ്ട് എന്നുള്ളതിൻ്റെ സിഗ്നൽ ബിങ്ഷുവിൻ്റെ വാൾ അവന് നൽകുന്നുണ്ട്. അവിടെ ഉള്ളത് ഏതോ ഗ്രേറ്റ് ഡീമൻ ആണ് എന്ന് ബിങ്ഷുവിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് അവൻ പറ്റിയ അവസരത്തിനായി വെയിറ്റ് ചെയ്യുകയാണ്. ഷാവോ ഈ സമയം താൻ ഏതോ ട്രഷർ കണ്ടുപിടിച്ചതാണ് എന്ന് കരുതി സന്തോഷത്തോടെ ആ തിളക്കമുള്ള സാധനം കയ്യിലെടുക്കുന്നുണ്ട്. അവളുടെ പിറകിൽ ഈ സമയത്ത് ആരോ ഒന്ന് വന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ഭയങ്കരമായ സർപ്പം അവിടെ നിൽക്കുന്നത് കാണുന്നു. അത് അവളെ അറ്റാക്ക് ചെയ്യാനായി മുന്നോട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഷാവോ പേടിച്ച് വീഴുന്നതിനിടയിൽ അവളുടെ കയ്യിൽ നിന്ന് ആ തിളക്കമുള്ള സാധനം താഴെ വീണ് പോയിരുന്നു. ആ സർപ്പത്തിന് അത് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് അതിൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നു. അവൾ അത് കയ്യിലെടുത്തിട്ട് നിനക്കിത് വേണമെന്ന് ചോദിച്ചപ്പോൾ അത് വേണമെന്നുള്ള രീതിയിൽ തലയാട്ടുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ച് പുറകിലേക്ക് നീങ്ങാൻ പറഞ്ഞപ്പോൾ അത് പുറകിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഷാവോ പുറത്തേക്ക് വന്നിട്ട് അതങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്നതായി കാണിക്കുന്നു. പക്ഷെ ശരിക്കും അവൾ അത് എറിഞ്ഞിരുന്നില്ല. അത് കിട്ടിയെന്നുള്ള രീതിയിൽ സർപ്പം ആ സൈഡിലേക്ക് നീങ്ങിയ സമയത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിരുന്നു അവളുടെ പ്ലാൻ. അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴാണ് അവിടെ ഉള്ളത് ഒരു സർപ്പമല്ല, അതേപോലെയുള്ള കുറേ അധികം സർപ്പങ്ങൾ ആ മരത്തിൽ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ് എന്ന് അവൾ അറിയുന്നത്. അവൾക്ക് ഒരു തരത്തിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇങ്ങനെ ഇവരെല്ലാം കൂടി പുറത്തു വന്നതോടെ ബിങ്ഷു അവരെ അറ്റാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അറ്റാക്ക് ചെയ്തോളാൻ അവൻ കൂടെയുള്ളവർക്ക് ഓർഡർ നൽകുകയും ചെയ്യുന്നു. ഷാവോയ്ക്ക് ഇത് കണ്ടിട്ട് പേടിയൊന്നും തോന്നുന്നില്ല. അവൾ അക്കൂട്ടത്തിൽ ആർക്ക് ഇത് പിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവരെ കളിപ്പിക്കുന്ന രീതിയിൽ കുറേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയ ശേഷം അവർക്കിടയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. എല്ലാം കൂടി അതെടുക്കാനായി പോയ സമയത്ത് അവൾ രക്ഷപ്പെടാനുള്ള പ്ലാനാണ്. അപ്പോഴേക്കും ബിങ്ഷുവും കൂടെയുള്ളവരും അവിടെ ഉണ്ടായിരുന്ന ആ ഫോർമേഷൻ ആക്ടിവേറ്റ് ആക്കി ഇതിനെ പിടികൂടാനുള്ള ശ്രമം തുടങ്ങുന്നു. ഈ ഗ്യാപ്പിൽ ഷാവോ ആ മരത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നുണ്ട്. അവൾ സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നതിന് ബിങ്ഷു അവളെ ഹെൽപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഈ സർപ്പങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഒരെണ്ണത്തിൻ്റെ തല അവൻ വെട്ടി അരിയുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഷാവോ എന്തിനാണ് അതിനെ കൊല്ലുന്നതെന്ന് ചോദിക്കുന്നു. അത് മനുഷ്യരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത് കണ്ടില്ലേ, പിന്നെ എങ്ങനെയാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ നിങ്ങൾ ആദ്യം ആ ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്തത് കൊണ്ടല്ലേ അതിങ്ങനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ അതിനെ ആക്രമിക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നുവെന്ന് അവൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ ബിങ്ഷു അതിനെ അനുകൂലിക്കുന്നില്ല. അവൻ ബാക്കിയുണ്ടായിരുന്ന സർപ്പങ്ങളെയും അറ്റാക്ക് ചെയ്യുകയാണ്. അവൻ്റെ കൂടെയുള്ളവർക്ക് ഇനി അധികം സമയം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അവന് നേരിട്ട് ഇടപെടേണ്ടി വരുന്നു. അവളോട് ദൂരേക്കെങ്കിലും പോകരുത്, അവിടെ തന്നെ സേഫായി നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. ഷാവോ ആദ്യം അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ആ പാമ്പിൻ്റെ വായിൽ നിന്ന് നേരത്തെ അവൾക്ക് കിട്ടിയ ട്രഷർ താഴെ വീഴുന്നു. അത് കൈക്കലാക്കിയിട്ട് അതുമായിട്ട് അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ തുടങ്ങുന്നുണ്ട്. ബിങ്ഷു ഇത് ശ്രദ്ധിക്കുന്നു. ദൂരോട്ട് പോകരുത്, അപകടമാണെന്ന് അവൻ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അവൾ നിൽക്കുന്നില്ല. അവളുടെ പ്രൊട്ടക്ഷനായി തൻ്റെ കൂടെയുള്ള ഒരാളെ ബിങ്ഷു പറഞ്ഞയക്കുന്നുണ്ട്. അയാൾ പുറകെ ചെന്ന് അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചപ്പോൾ ഈ ഡീമനെ പിടിക്കാൻ സഹായിച്ചാൽ എന്നെ വിട്ടയക്കാമെന്ന് നിങ്ങളുടെ ബോസ് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് എന്നെ പിന്നെയും പിടിച്ചു നിർത്തുന്നതെന്ന് ഷാവോ ചോദിക്കുന്നു. അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടൊന്നും അവൾ കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവൾ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. ഇവർ തമ്മിൽ പിടിവലി നടക്കുന്നതിനിടയിൽ അവളുടെ കയ്യിൽ കെട്ടിയിരുന്ന തുണിയൊക്കെ അഴിഞ്ഞ് പോയിരുന്നു.
ഈ സമയത്ത് അവർക്കെതിരായിട്ട് ഒരു പൂച്ച നടന്നു വരുന്നുണ്ട്. അതിനെ കണ്ടപ്പോൾ തന്നെ അതൊരു ക്യാറ്റ് ഡീമൻ ആണ് എന്ന് രണ്ടുപേർക്കും തോന്നുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അത് ഡീമന്റെ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ഷാവോയെ കണ്ടപ്പോൾ നിങ്ങാൻ എന്ന പേര് വിളിച്ചിട്ട് നിനക്ക് തിരികെ വരാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ച് അയാൾ കൂടെ ഉണ്ടായിരുന്ന ആളെ ആക്രമിച്ചിട്ട് അവളെ കയറി പിടിക്കുന്നു. എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കൊല്ലാനായി തുടങ്ങുന്നുണ്ടെങ്കിലും അവളുടെ മണം കിട്ടിയപ്പോൾ അവൾ നിങ്ങാനല്ല എന്ന് മനസ്സിലായതുപോലെ അവളുടെ പിടിവിടുന്നു. ഷാവോയുടെ ശരീരത്തിന്റെ ബാഡ് സ്മെല്ല് കാരണമാണ് അവൾ നിങ്ങാനല്ല എന്ന് ഈ ക്യാറ്റ് ഡീമൻ പറഞ്ഞത്. ഈ ക്യാറ്റ് ഡീമന്റെ പേര് ഷോമിങ് എന്നാണ്. താൻ കുളിക്കില്ല എന്ന അർത്ഥത്തിൽ അവൻ പറഞ്ഞത് കേട്ട് നിന്റെ വായിക്കാണ് നാറ്റം എന്ന് പറഞ്ഞ് അവൾ കല്ലി തുള്ളുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ സഞ്ചിയിൽ കിടക്കുന്ന ആ തിളക്കമുള്ള സാധനം ഷോമിങ് കാണുന്നത്. അത് കണ്ടതും ഇനിയും അദ്ദേഹത്തെ വിടാൻ നിനക്ക് ഉദ്ദേശമൊന്നുമില്ലേ, അദ്ദേഹത്തെ തിരികെ തരാൻ പറഞ്ഞ് അവൻ ബഹളം വെക്കാൻ തുടങ്ങുന്നു. ഷാവോയ്ക്ക് കാര്യം മനസ്സിലാവുന്നില്ല. ഷാമിങ് അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ബിങ്ഷു അങ്ങോട്ടേക്ക് എത്തി അവനെ അറ്റാക്ക് ചെയ്യുന്നു. അതുകൊണ്ട് അവൾക്ക് അപകടമൊന്നും സംഭവിക്കുന്നില്ല. ബിങ്ഷുവും ഷാമിങ്ങും തമ്മിൽ ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിലും ഈ ഗ്യാപ്പിൽ ഷാവോ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നു. ഷോമിങ് ആണെങ്കിൽ അവളെ വിടാൻ ഭാവമില്ലാതെ അവൾക്ക് പിന്നാലെ ഓടുന്നുണ്ട്. അവസാനം ഷാവോ ഒരു കൊക്കയുടെ മുന്നിലെത്തി നിൽക്കുന്നു. ഇനി മുന്നോട്ട് വഴിയില്ല. ഷോമിങ്ങും അവൾക്ക് പിന്നാലെ എത്തുന്നുണ്ട്. അവർക്ക് പുറകെ ബിങ്ഷുവും അവരുടെ സൈനികരും എത്തുന്നു. മുന്നിലേക്ക് പോകാൻ വഴിയില്ലാതെ ഷാവോ ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് അവിടെ പെട്ടെന്നൊരു പ്രകാശം വരുന്നതും നമ്മൾ നേരത്തെ ആ ചക്രവർത്തിയുടെ സ്വപ്നത്തിൽ കണ്ട ഡ്രീം ദേവത ഇവിടെ പ്രത്യക്ഷപ്പെട്ടതും. അതോടെ അവിടെ നിൽപ്പുണ്ടായിരുന്ന എല്ലാവരും എന്തോ ഒരു മായ വലയത്തിൽപ്പെട്ടതുപോലെ ആവുന്നു. ഷാവോ ഒക്കെ സ്വയം അറിയാതെ ദേവത കൈ നീട്ടിയപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ തിളങ്ങുന്ന സാധനം ദേവതയ്ക്ക് കൊടുക്കാനായി നീട്ടുകയും ചെയ്യുന്നു. പക്ഷേ അവളൊരു ദുർദേവതയാണ്. അവളുടെ സ്പെല്ലിൽ വീണു പോകരുത്, ആ സാധനം അവൾക്ക് കൊടുക്കരുത് എന്ന് ഷോമിങ് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഷാവോ അത് ചാടി തിരികെ കയ്യിൽ പിടിക്കുന്നു. ആദേശത്തിൽ ആ ദേവത അവളെ കൊക്കയിലേക്ക് തള്ളിയിടുന്നുണ്ട്. വീഴ്ചയുടെ ആഘാതത്തിൽ അവളുടെ കയ്യിൽ നിന്ന് ആ തിളങ്ങുന്ന സാധനം താഴേക്ക് വീഴുന്നു. പക്ഷെ അവളുടെ കയ്യിലെ മുറിവിൽ നിന്ന് കുറെ ബ്ലഡ് തെറിച്ച് അതിലേക്ക് വീഴുന്നുമുണ്ട്. അവളുടെ ബ്ലഡ് പറ്റിയതോടെ ആ തിളങ്ങുന്ന സാധനം ആക്ടിവേറ്റ് ആവുന്നു. അതിൽ നിന്ന് നമ്മുടെ ഹീറോ ആയ ഹോങ്ങെ തിരികെ എത്തുകയാണ്. അവനിങ്ങനെ തിരികെ വരുന്നതിൻ്റെ സിഗ്നൽ അവിടുത്തെ ചക്രവർത്തിക്ക് കിട്ടുന്നുണ്ട്. ഹോങ്ങിയെ കണ്ണു തുറന്നപ്പോൾ ആദ്യം കാണുന്നത് കൊക്കയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഷാവോയാണല്ലോ. അവളെ കണ്ടപ്പോൾ അവനും നേരത്തെ ഷാമിങ് പറഞ്ഞതുപോലെ നിങ്ങാനെയാണ് ഓർമ്മ വന്നത്. നിനക്ക് ഇനിയും എന്നെ വിടാൻ ഉദ്ദേശമില്ല എന്ന് അവൻ വിഷമത്തോടെ പറയുന്നുണ്ട്. പക്ഷെ അവളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പാറപ്പുറത്ത് നിന്നിരിക്കുന്നു. അവൻ എന്തോ ശക്തി പ്രയോഗിച്ചപ്പോൾ അതൊരു ഫിഷ് ഡീമനായി മാറി അവരെയും കൊണ്ട് മുന്നോട്ട് കുതിച്ച് പായാൻ തുടങ്ങുന്നുണ്ട്. ഷാവോ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു യാത്ര അവൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലല്ലോ. ശരിക്കും അഡ്വഞ്ചറായിട്ടുള്ളൊരു ജേർണി ആയിരുന്നു. അതുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ അവളുടെ ബോധം പോകുന്നുണ്ട്. കൊക്കയ്ക്ക് താഴെയുള്ള അരുവിയിലേക്കാണല്ലോ ഇവർ വന്ന് വീണത്. അരുവിയുടെ നേരെ അടിയിലേക്ക് പോയെങ്കിലും അവിടെ നിന്ന് ഒരു പക്ഷിയെപ്പോലെ ഇതുവരെയും കൊണ്ട് പറന്നു പൊങ്ങി ആകാശത്തൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഷാവോ ഉണരുന്നു. നേരത്തെ അവൾ വെള്ളത്തിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ആകാശത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെയാണല്ലോ ഷാവോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾ അന്തം വിട്ട് വായും പൊളിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഡ്രീം ദേവത ഇതൊക്കെ കണ്ട് ഒരു ഭാഗത്ത് നിന്ന് പുച്ഛത്തോടെ ചിരിക്കുന്നുണ്ട്. ഹോങ്ങിയെ അധികം വൈകാതെ തന്നെ അന്വേഷിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ബിങ്ഷുവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. അതുകൊണ്ട് തൽക്കാലം അവർ തിരച്ചിലൊക്കെ അവസാനിപ്പിച്ച് തിരികെ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്.